നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പറവൂരിൽ ഇരുനില കെട്ടിടത്തിലേക്ക് പൈലിംഗ് ട്രക്ക് ഇടിച്ചു കയറി പത്രവിതരണക്കാരൻ മരിച്ചു. നന്ദികുളങ്ങര സ്വദേശി സോമനാണ് മരിച്ചത്. ബെന്നി ബെഹനാൻ MP ചാലക്കുടിയുടെ 5 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയതായി മണ്ഡലത്തിലെ ഇടതുപക്ഷ MLA-മാരായ PV ശ്രീനിജൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ആലുവയിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്ന നടപടികൾ ആരംഭിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പറവൂരിൽ ഇരുനില കെട്ടിടത്തിലേക്ക് പൈലിംഗ് ട്രക്ക് ഇടിച്ചു കയറി പത്രവിതരണക്കാരൻ മരിച്ചു. നന്ദികുളങ്ങര സ്വദേശി സോമനാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30 പറവൂർ ചേന്നമംഗലം കവലയിലെ പഴയ കെട്ടിട സമുച്ചയത്തിലേക്ക് മൊബൈൽ പൈലിംഗ് ട്രക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ 4 വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. പത്രവിതരണത്തിനായി സൈക്കിളിൽ വരികയായിരുന്ന നന്ദികുളങ്ങര സ്വദേശി സോമൻ ട്രക്കിന്റെ അടിയിൽപ്പെട്ട് മരണമടയുകയായിരുന്നു. ട്രക്ക് ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാനായി വെട്ടിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ട്രക്കിന്റെ മുൻവശം കട്ട് ചെയ്താണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. അപകടം നടന്ന സ്ഥലം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിച്ചു. വളരെ ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് ഉണ്ടായത്. ഒരു കാറ് രക്ഷിക്കാൻ വേണ്ടി വെട്ടിത്തിരിച്ചപ്പോഴാണ് ട്രെയിൻ വന്ന് ഈ പഴയ കെട്ടിടത്തിൽ ഇടിച്ചു കയറിയത്. ഒരാളുടെ മരണത്തിന് കൂടി ഇടയാക്കി. നമ്മുടെ പത്രമെല്ലാം കൊണ്ടുകൊടുക്കുന്ന അദ്ദേഹമാണ് ഇവിടെ ഈ അപകടത്തിൽ മരിച്ചത്. നിരവധി വർഷങ്ങളായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് കൂടി നേരത്തെ ആയിരുന്ന ഈ ഓഫീസാണ്, പഴയ കെട്ടിടമാണ് മറിഞ്ഞു വീണത്. അപകടം ഉണ്ടാകാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും. അപ്പോൾ ഈ പഴയ കെട്ടിടത്തിനുള്ളിലേക്ക് ആരും പ്രവേശിച്ച് വീണ്ടും അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആരും അതിനകത്തേക്ക് പ്രവേശിക്കാതെ പോലീസ് സീൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP ചാലക്കുടിയുടെ 5 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയതായി മണ്ഡലത്തിലെ ഇടതുപക്ഷ MLA-മാരായ PV ശ്രീനിജൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇന്നസെന്റ് MP ആയിരിക്കെ തുടക്കമിട്ട പദ്ധതികൾ പോലും മുടങ്ങിപ്പോയതല്ലാതെ ശ്രദ്ധേയമായ ഒരു പദ്ധതി പോലും ഇക്കാലയളവിൽ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ആയിട്ടില്ലെന്ന് മണ്ഡലത്തിലെ ഇടതുപക്ഷ MLA-മാരായ PV ശ്രീനിജൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. LDF ലോക്സഭാ നിയോജക മണ്ഡലം ചെയർമാൻ KK അഷറഫ്, സെക്രട്ടറി VP ജോസഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതെങ്കിലും ഒരു പ്രത്യേകമായി ഇന്ന പദ്ധതി ഇന്ന മണ്ഡലത്തിൽ ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ചെയ്തു പറയാനുള്ളത്, ഞങ്ങളൊക്കെ തീർച്ചയായും മനസ്സിലാക്കുന്ന ഒരു 5 കൊല്ലം ചാലക്കുടിയുടെ വികസന കാര്യങ്ങൾ പിന്നോട്ട് പോയി, അല്ലെങ്കിൽ അത് ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള പരിപാടി ഇത് സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വരികയാണ്. നേരത്തെ നമുക്ക് ശ്രീനിജൻ ഉണ്ടായിരുന്നപ്പോൾ നടപ്പാക്കിയ കുറേ പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പദ്ധതികൾക്കൊക്കെ തന്നെ ഒരു പ്രത്യേക ഡൈമെൻഷനുള്ള പദ്ധതികളായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. കേരളത്തിന് തന്നെ ആദ്യത്തെ ടെക്നോളജി സെൻറ്റർ എന്ന് അദ്ദേഹം ഇവിടെ ആരംഭിച്ചാണ്. നമുക്കറിയാലോ, ഇവിടെ ഈ 15 ഏക്കർ ഭൂമി നമ്മുടെ കെല്ലിൻ്റെ സംബന്ധിച്ച് അവിടെ നിന്ന് വരികയും അതിൽ നല്ല രീതിയിൽ അതിൻ്റെ സംരംഭങ്ങൾ ആരംഭിക്കുകയും അതിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ ഏകദേശം 115 കോടി രൂപയോളം അതിനൊന്ന് വകയിരുത്തി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്നതാണ്. പക്ഷെ അതിനുശേഷം ഒരു ഫോളോ അപ്പ് അത് സംബന്ധിച്ചിട്ടുണ്ടായില്ല, ഒരു ബന്ധപ്പെട്ടൊന്നുമില്ല. 5 കൊല്ലത്തിന് മതിയായ സമയമുള്ള 5 കൊല്ലം എന്ന് പറയുന്നത് 5 കൊല്ലത്തിനുള്ള ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ പ്രോജക്റ്റ് ഇപ്പോൾ പോയി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കാട് കയറി നശിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു മീറ്റിംഗ് പോലും ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് MLA-മാരും അല്ലെങ്കിൽ MP-യുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് പോലും അദ്ദേഹം വിളിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പുറകോട്ട് പോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കുന്നത്തനാളിൽ ശ്രീ ഇന്നസെന്റ് MP ആയിരിക്കുമ്പോൾ 52 കിലോമീറ്ററാണ് BMBC നിലവാരത്തിൽ
ടാറിങ് കഴിഞ്ഞത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ മണ്ഡലത്തിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ആലുവയിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്ന നടപടികൾ ആരംഭിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ആലുവ KSRTC സ്റ്റാൻഡിൽ വഴിയാത്രക്കാരെ കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്ന നടപടികൾ ആരംഭിച്ചത്. ആദ്യ ദിവസം 43 നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ് നടത്തി. ആലുവ മൃഗാശുപത്രി ഡോക്ടർ പ്രിയ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ വിജിത, അരുൺ, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഖിൽ ജിഷ്ണു, അനുലക്ഷ്മി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. ആലുവ നഗരസഭയിൽ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് പേർക്ക് ഡോഗ് ബൈറ്റ് സംഭവിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ആലുവ നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും കൂടി ആലുവ നഗരത്തിലുള്ള എല്ലാ സ്റ്റേ ഡോഗ്സിനും ആൻറ്റി റാബിസ് വാക്സിനേഷൻ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലുവ നഗരസഭയിൽ ഇപ്പോൾ ഉദ്ദേശം 23 ഡോഗ്സിന് നമ്മൾ വാക്സിനേഷൻ നൽകി. ഇപ്പോൾ ഇവിടുത്തെ കണക്കും കൂടി എടുക്കുന്നുള്ളൂ. ഉദ്ദേശം ഒരു 30 ഡോഗ്സിന് ഇപ്പം വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 ദിവസത്തെ ക്യാമ്പായിട്ടാണ് നടത്തുന്നത്. ആലുവ നഗരസഭയിലുള്ള എല്ലാ സ്റ്റേ ഡോഗ്സിനും നമ്മൾ വാക്സിനേഷൻ നൽകുന്നതാണ്. വടക്കേക്കര വിജ്ഞാന പ്രകാശന സംഘവക ചക്കുമശ്ശേരി ശ്രീ കുമാര ഗണേശമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് ബ്രഹ്മശ്രീ KK അനിരുദ്ധൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദീപാരാധനയ്ക്കും ദീപകാഴ്ചയ്ക്ക് ശേഷം നടന്ന കൊടിയേറ്റത്തിന് ബ്രഹ്മശ്രീ KK അനിരുദ്ധൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിജ്ഞാന പ്രകാശക സംഘം സെക്രട്ടറി KP സജീവ് നേതൃത്വം നൽകി. തുടർന്ന് ഭരതനാട്യം, തിരുവാതിരക്കളി എന്നിവയും 2ാം ദിവസം നൃത്തസന്ധ്യയും നടന്നു. 3ാം ദിവസമായ വ്യാഴം വൈകിട്ട് 7-ന് ബിഗ് ബഡ്ജറ്റ് സിനിമ വിഷ്വൽ ഡ്രാമ വടക്കുന്നാഥൻ, 4ാം ദിവസം വെള്ളി രാത്രി 8-ന് നാടകം മണ്ണും മക്കളും, 5ാം ദിവസം ശനി രാത്രി 7-ന് വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണം, തുടർന്ന് കഥകളി, കുചാലവൃത്തം, 6ാം ദിവസം രാവിലെ 11-ന് വൈകിട്ട് 4-ന് മോട്ടംതുള്ളൽ, 7ാം നാൾ തിങ്കൾ ആറാട്ട് മഹോത്സവം, വൈകിട്ട് 4-ന് പകൽപൂരം, തുടർന്ന് വർണ്ണപ്പകിട്ടാർന്ന കുടമാറ്റം, രാത്രി 9-ന് വർണ്ണവിസ്മയം എന്നിവ നടക്കും. പറവൂർ വെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ R ശ്രീനിവാസ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റത്തിന് തന്ത്രി ബ്രഹ്മശ്രീ R ശ്രീനിവാസ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാരായണ വാദ്യാർ, അരുണാചാര്യ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ശ്രീ വെങ്കടാചലപതി ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ പൈ, സെക്രട്ടറി ഉദയചന്ദ്രക്ഷേണ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ധ്വജാരോഹണം, പല്ലക്ക് പൂജ, സമാരാധന എന്നിവയും രാത്രി 10-ന് അവകേലോ വെൺസാനു കൊങ്കിടി നാടകവും നടന്നു. ആറാട്ട് മഹോത്സവം ഏപ്രിൽ 15-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറവൂരിൽ 2-നില കെട്ടിടത്തിലേക്ക് പൈലിംഗ് ട്രക്ക് ഇടിച്ചു കയറി പത്രവിതരണക്കാരൻ മരിച്ചു. നന്ദികുളങ്ങര സ്വദേശി സോമനാണ് മരിച്ചത്. ബെന്നി ബെഹനാൻ MP ചാലക്കുടിയുടെ 5 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയതായി മണ്ഡലത്തിലെ ഇടതുപക്ഷ MLA-മാരായ PV ശ്രീനിജൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ആലുവയിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്ന നടപടികൾ ആരംഭിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.